ഹായ്. അപ്പോൾ ഒരു ചെറിയൊരു ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും വേണ്ടിയിട്ട് മൊബൈലിൽ ചാർജ് പോയി. അത് കാരണം കൊണ്ടാണ് ഹോട്ടലിൽ റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്തൊന്ന് കാണിക്കായിരുന്നത്. നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ പോയി, പക്ഷേ അവിടെ പോയപ്പോൾ അവിടുന്ന് ഓൾറെഡി ഫുള്ളാണെന്ന് പറഞ്ഞു. നമ്മൾ ഓൺലൈനിലാണ് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തത്, പക്ഷേ ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഓൺലൈനിൽ തപ്പി വേറൊന്ന് കിട്ടിയതാണ്, വേറൊരു ബുക്ക് ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കിട്ടിയത്. ഇതാണ് റൂം എന്ന് പറയുന്നത്. 1500 രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പി കിട്ടിയതാണ്. പിന്നെ സൗകര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റാണ്. ഞാനായിട്ടിപ്പോൾ അലങ്കോലാക്കിയിട്ടതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ഫ്ലാറ്റ്, നല്ലൊരു റൂമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. ഹോട്ടൽ ഏതൊക്കെയുണ്ടെന്ന് തപ്പി നോക്കണം, പിന്നെ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ. നമ്മൾ താമസിക്കുന്നതിന് മുകളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൺലൈനിൽ ഒരു മെനു ഒക്കെ നോക്കിയപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും അങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കഴിക്കാം. അതാണ് ഇവിടുത്തെ മെനു ആണ്. അതല്ല, 2500 LKR ആണ്. അത് ഡിവൈഡഡ് ബൈ 3. എന്നാലും കുറച്ച് കൂടുതലാണ്. ഞാൻ വേറെ ഹോട്ടൽ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് ഓക്കെ ആണെങ്കിൽ അവിടുന്ന് കഴിക്കാം. നല്ല ആംബിയൻസ് ആണ്, നല്ല ടെറസാണ്, പക്ഷേ സാൻഡിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നമ്മളെ നാട്ടിലെ പഴയ ഓല മേഞ്ഞ വീട് പോലെ. ടീം മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും ഇല്ല. വരുമായിരിക്കും. ഏതായാലും നമുക്ക് പോയിട്ട് വരാം. ഹോട്ടൽ കുറച്ച് ഉള്ളിലേക്കാണ്, അവിടെ നിന്ന് പോയി. നല്ല ഹോട്ടലാട്ടോ, ഒരു ഫ്രഷ്നെസ് ഉണ്ട്, പുതിയതാണെന്ന് തോന്നുന്നു. റോഡ് ഈ ഒരു ഉള്ളിലൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ അതേ പഞ്ചായത്ത് റോഡിൻ്റെ ഒക്കെ അതേ അവസ്ഥയാണ്, കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. നമുക്ക് ഗൂഗിൾ മാപ്പ് തന്നെ ശരണം, കാരണം മാപ്പിൽ നോക്കിയിട്ടില്ലെങ്കിൽ സ്ഥലം നമുക്ക് കിട്ടില്ല. കാരണം ഇടവഴികളാണ്, ചെറിയ ഇടവഴികളാണ്, പരിചയമില്ലാത്ത കാരണം കൊണ്ട്. ഓക്കെ, തന്നെയാണ്. ഇതിവിടെ അവസാനിക്കുകയാണ്. ഇത് അല്ല, നമ്മൾ ഓപ്പോസിറ്റ് റോഡിലാണ് പോകേണ്ടത്. നമ്മൾ ചെറിയ റോഡ്, അത് മാപ്പിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. പിന്നെ രാവിലെ വരുമ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു, അതുകൊണ്ട് ഏരിയ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. യെസ്, ഈ റോഡാണ്. ഇതൊന്നല്ലേ, അതൊന്നുമല്ലല്ലോ. അപ്പോൾ ഗൂഗിൾ മാപ്പിന് തെറ്റിയതല്ല, നമുക്ക് തെറ്റിയതാണ്. നമുക്ക് ഓപ്പോസിറ്റ് റോഡിനാണ് പോയത്. അപ്പോൾ ഈ റോഡ് ഒരു 1/2 കിലോമീറ്റർ പോയാൽ നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തും. ചെറിയ വഴികളാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെയൊക്കെ എല്ലാ വീടുകളും ഹോം സ്റ്റേ ആണ്. അധികം എല്ലാ വീടുകളും 1-2 റൂം ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ്.
എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ, എല്ലാ സ്വദേശികളല്ല വിദേശ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ എല്ലാ വീടുകളും വില്ലയായിട്ടും അതേപോലെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ നാട്ടിലെ ആൾക്കാർക്കൊരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ അത്രയ്ക്ക് വലിയ എമൗണ്ടും അല്ല, 1000-1500 രൂപ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 1000-1500 രൂപൻ്റെ ഉള്ളിൽ ഹോം സ്റ്റേ കിട്ടുന്നുണ്ട്. അത് കാരണം നല്ലൊരു അവർ വിദേശ ആൾക്കാരൊക്കെ ഒരു മാസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യും. അവർ ഒരു മൈൻഡ് റിലാക്സേഷനും അവർക്ക്, കാരണം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമായത് കാരണം. അപ്പോൾ ഒരു പോലീസാണെങ്കിലും ആൾക്കാരാണെങ്കിലും നല്ല സപ്പോർട്ടീവോ, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു തരും, നമ്മളെന്ത് സംശയം ചോദിച്ചാൽ പോലും. കുറച്ച് ഇങ്ങനെ നടന്ന് നമ്മളുടെ ഹോട്ടൽ കണ്ടെത്തണം, വല്ലതും കഴിക്കണം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ആ റോഡ് നമ്മൾ നടന്ന് വന്ന് ഇവിടെ ഒരു മെയിൻ റോഡിലെത്തി. ഇവിടെയാണ് ഹോട്ടൽ കാണുന്നത്. വണ്ടികൾ അധികം, എല്ലാ വണ്ടികളും വിദേശ വണ്ടികളാണ്, ഹോണ്ടയും ടയോട്ടയും. കാരണം ശ്രീലങ്ക സ്വന്തമായിട്ട് ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കാത്ത രാജ്യമായത് കാരണം കൊണ്ട് എല്ലാ വണ്ടികളും ഇമ്പോർട്ടഡ് ആണ്. നമ്മള് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന, ഗൾഫിലൊക്കെ കാണുന്ന അതേ വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓട്ടോറിക്ഷ മാത്രമാണ് ഒരു ഇന്ത്യൻ. സുസൂക്കിയുടെ വാഹനങ്ങളും ഉണ്ട്. ഇത് ബജാജ് കുഴപ്പമില്ല, ബജാജിന്റെ ഓട്ടോറിക്ഷകളാണ് അധികം ഉള്ളത്. ചുവപ്പ് പച്ച നമ്പർ പ്ലേറ്റ് ആണ്. ഇവിടെ ഓരോരോ പ്രൊവിൻസ് കണക്കാക്കിയിട്ടാണ് അവര് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സദേൺ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ്, അങ്ങനെയാണ് ഫസ്റ്റ് അവരുടെ സ്റ്റേറ്റ് വൈസ്. നമ്മളെ തമിഴ്നാട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ അവരുടെ പ്രൊവിൻസ് കണക്കാക്കിയിട്ടാണ് അവർ സെറ്റ് ചെയ്തത്. ഫാർമസിയിലൊന്ന് പോകണം, ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു കയർപ്പുണ്ട്. അപ്പോൾ ഒരു സ്ട്രെപ്സിൽസ് കഴിക്കണം. ചൂടും വേർപ്പും തണുത്ത വെള്ളം കുടിക്കുന്ന കാരണം കൊണ്ട് കുറേയൊക്കെ നമ്മളെ നാട്ടിലുള്ള അതേപോലെ തന്നെയാണ്. നമ്മളെ പച്ചക്കറി ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ള സാധാരണ ഷോപ്പ് പോലെ തന്നെയാണ്. പക്ഷെ വൃത്തി ചില കാര്യങ്ങളിൽ അത് കുറച്ച് നന്നായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു മെയിൻ റോഡ് കൂടെയാണ്. മെയിൻ റോഡൊന്നും കണ്ടിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല, റോഡിന്റെ കാര്യങ്ങളൊക്കെ. ഈ ഒരു ഹോട്ടലാണ് നമ്മൾ ഓൺലൈനിൽ കണ്ട വ്യത്യാസം. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്, നല്ല ഫുഡാണ്, അഫോർഡബിളും ആണ്. ഇത് കാരണം കൊണ്ട് ഒന്ന് കയറിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ദാൽ കറി ഉണ്ട്, തോരന്, അതിന്റെ ഉപ്പേരി, അതുപോലുള്ള കാര്യങ്ങൾ. ഇത് മോട്ട, നമ്മുടെ മട്ട റൈസ് ആണ്, പക്ഷെ ചെറിയതാണ് ഉണ്ട്, കുഴപ്പമില്ല. വിദേശി ആൾക്കാരൊക്കെ അവിടുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള കുഴപ്പമില്ല. ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റേറ്റിംഗ്, അത് അത്യാവശ്യം റേറ്റിംഗ് ഉള്ളതാണ്. അവിടെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. കുറച്ചേ കഴിക്കുന്നുള്ളൂ, റെസ്റ്റ് എടുക്കുന്നില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ മാത്രമേ പേടിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നാട്ടിലെ ഉപ്പേരി, തോരല്, ചമ്മന്തി ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു സിമിലർ ഫുഡിനോട് സാധനം തോന്നുന്നുണ്ട്. ടേസ്റ്റും കൂടി കാര്യം ഇങ്ങനെ ചിരിച്ചിട്ട് ഓക്കെയാണ്. ചെറിയൊരു സ്പൈസി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത കാര്യങ്ങൾ നോക്കാം.
അപ്പോൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡ്. കേരളത്തിലത് കേരളം ഒരു സ്പൈസി കൂടുതലാണ്, പക്ഷേ ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇപ്പോൾ പേ ചെയ്തത് മീൻകറിയുള്ള മീൽസിലാണെങ്കിൽ 650 ലങ്ക റുപ്പീസ്. 950 ലങ്ക റുപ്പി പറയുമ്പോൾ ഏകദേശം 200 രൂപ. 200 രൂപ കൂടുതലാണെന്ന് ചോദിച്ചാൽ നമ്മളെ നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. ബട്ട് നമ്മൾക്ക് നമ്മളെ നാട്ടിൽ അതേ പ്രൈസിന് കിട്ടണമെന്നില്ലല്ലോ. പക്ഷെ നല്ല ഫുഡാണ്, ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കഴിച്ചാൽ വിശപ്പ് തീരും. ഇനി അടുത്ത ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഗ്രാബല്ല, നമ്മളെ റാപ്പിഡ് പോലെ ഇവിടെ പിക്മി പറഞ്ഞിട്ട് ഒരു ആപ്പാണുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ബെനോട്ട ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. ബെനോട്ട ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ആപ്പിൽ പിക്മിയിൽ ബൈക്കുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. ബൈക്ക് എങ്ങനെ ഉണ്ടോ നോക്കി നോക്കാം. ഓട്ടോറിക്ഷ ഇപ്പോൾ നമ്മൾ പോയി വന്നതാണ്. അതിന് ബുക്ക് ചെയ്തിട്ട് ആൾ വന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഏതായാലും റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തു. കാരണം ബൈക്കുകളൊന്നും വരുന്നില്ല, കാണുന്നില്ല. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു 600 മീറ്ററേ ഉള്ളൂ. നടന്നിട്ട് സ്ഥലം കാണാം. വലിയ ചൂടൊന്നുമില്ല, ഒരു ആവറേജ് ചൂടുണ്ട്. പക്ഷേ ഓക്കെയാണ്, നല്ല കാറ്റുള്ളത് കാരണം കൊണ്ട് ചൂടറിയണില്ല. നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ബസ്സുകളൊക്കെ പഴയ അശോക് ലൈലൻ്റെ ബസ്സുകളാണ്. ലങ്ക അശോക് ലൈലൻ്റെ ആണ്. ഒരു 3 എഴുതിയിട്ടുണ്ടാവും. സിംഗള, തമിഴ്, ഇംഗ്ലീഷ് 3 ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ബസ് നമ്മളെ പഴയ കാലത്ത് നമ്മളെ KSRTC ഓടിയിരുന്ന അതേ ബസ്സുകളാണ് ഇപ്പോൾ. പക്ഷേ കാറും അതേപോലുള്ള വാഹനങ്ങളൊക്കെ നല്ല പുതിയതാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത കമ്പനികൾ വരെ ഇവിടെ ഉണ്ട്. ഏതായാലും കുറച്ചുകൂടെ ഒരു 1/2 കിലോമീറ്റർ ഒന്ന് കാണിക്കുന്നു. അപ്പോൾ നടന്ന് നോക്കിയിട്ട് വരാം. എക്കോ സർഫ് ബീച്ച് റോഡ് 200 മീറ്റർ ഓടിയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടുക്ക് ആണ് ഇവിടുത്തെ മെയിൻ. ഓട്ടോറിക്ഷ റൈഡാണ് ഇവിടുത്തെ. പല സ്ഥലങ്ങളും കാണിച്ചു വരും. ടുക്ക് സർവീസിലുള്ളതാണ്. യുണൈറ്റഡ് ടുക്ക് സർവീസ്. റെയിൽവേ ട്രാക്ക് ക്രോസ് ആണിത്. ഇപ്പോൾ ട്രെയിൻ പാസ്സാവുന്നുണ്ട്. കുറച്ച് പോവുകയുള്ളൂ. ബീച്ച് റോഡ്, ഇവിടുന്ന് താഴ്ത്തിരിക്കാണ് ബീച്ച്. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിൽ പല ആഡംബര ഹോട്ടലുകളും ഉണ്ട്. സിനിമ അതേപോലെ അവിടെ സലോയ എന്ന് പറഞ്ഞിട്ട് ആഡംബര ഹോട്ടലുകളാണ്. പെർ നൈറ്റ് അറൗണ്ട് 25,000 LKR വരുന്നുണ്ട്. ഇന്ത്യൻ രൂപ ഏകദേശം ഒരു 15,000 രൂപ വരും. നമുക്കിപ്പോൾ ആ റൂം എടുത്തത് 1500 രൂപയ്ക്കാണ്. LKR 5000 രൂപ. ബജറ്റ് ഫ്രണ്ട്ലിയാണ്. നല്ല അത്യാവശ്യം നല്ല നീറ്റും ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഒഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല പീസ്ഫുള്ളാണ്. ഒരു 100 മീറ്റർ കൂടെ നടക്കണം. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ രാവിലെ വന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി. രാവിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ബെനത്താത്ത എന്ന് പറയുന്നത്. ബെൻറ്റോട്ട എന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്നില്ല. ഇവരുടെ പ്രൊണൗൺസിയേഷനിൽ ബെനത്താത്ത എന്ന് അറിയുന്നത് ബെനത്തോട്ട. അപ്പോൾ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. വൺ സൈഡ് മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ. പെട്ടെന്ന് ബോർഡ് നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇനി ബീച്ചിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ
ചെറിയൊരു പാർക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് സജീവമാവണമെങ്കിൽ വൈകുന്നേരം ആവും. ഏകദേശം 2 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ വെയിലിനധികം ചൂടില്ലാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. നടക്കാം, വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ബീച്ച് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്നുള്ള അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിച്ച് നോക്കണം. ഈ സർഫിങ് പഠിക്കണം എന്നുണ്ട്. സർഫിങ് ഇവിടെ കോഴ്സ് പോലെ പഠിപ്പിച്ച് തരും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കി നോക്കട്ടെ. സർഫിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മളുടെ കേരളത്തിലൊന്നും അത്ര സജീവമായിട്ടുള്ളതല്ലല്ലോ സർഫിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ പല മീഡിയയിൽ കണ്ടത് അധികം വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ട് തന്നെ ഉള്ളൂ. ഇന്ത്യൻ രൂപ ഏകദേശം 1000-1500 രൂപയേ ഉള്ളൂ. പിന്നെ ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഹായ്. അപ്പോൾ സർഫിങ് പഠിക്കുന്ന സ്ഥലം നമ്മളെത്തി. ഇവിടെ ഓക്കെ. Basic steps there, $25 includes your boat, costume and infrastructure. Okay. Just rent a boat, $7. This spot. Boat, yes. Oh. No. Rent a boat, this big one. Yes. Big one? Okay. Yes. $10.75. $7. $7.75. Yes. If you are going, only rent. If you are not This lesson with teacher. with teacher. Yes, sir. Okay. I don't know about that surfing. That's why I want to study it. No. $25 പറയുന്നത്. 2500 രൂപ. അപ്പോൾ 1500 കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ബാർഗൻ ചെയ്ത് നോക്കട്ടെ. അവർ ഇൻസ്ട്രക്ടർ ഉണ്ട്, പഠിപ്പിച്ച് തരും. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ്യൂം ഉണ്ട്, കോസ്റ്റ്യൂം ഇട്ടിട്ട് തരും. 1 hour 50 minutes ആണ് ക്ലാസ് ഉണ്ടാവുക സർഫിങ് പഠിക്കാൻ. അപ്പോൾ 6000 LKR നമ്മുടെ നാട്ടിലെ 1800 രൂപ വരും. ഒരു 1.25 മണിക്കൂർ ഡ്രൈവർ ഇൻസ്ട്രക്ടർ ഉണ്ട്, പഠിപ്പിച്ച് തരും. പിന്നെ ഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ തന്നെ കോസ്റ്റ്യൂം ഉണ്ട്, പിന്നെ ബോർഡും ഉണ്ട്. എങ്ങനെയാണ് നല്ല തിരമാലുള്ള ടൈമാണെന്ന് വന്നു നല്ലതായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വെക്കാൻ പറഞ്ഞു. ഓക്കെ ആണെന്ന് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല വെയിലുണ്ട്, നല്ല ടൈമാണ്. You don't need to catch yourself wave. I support you catch the wave. Okay. That's why I am removing number 2. Okay. So there are number 1, how to lay down the board. So actually I select this board only learn for ground. Okay. So we are calling this the tail of the board. Tail. This is nose of the board. This is nose part. This is tail part. Okay. Other thing is not so much important for you. Okay. So now I will show you how to do it. Feet together. Okay. Feet together. Okay. Feet together. Okay. And your nose in the middle of the board. Okay. Your nose in the middle of the board. Okay. And also keep it finger together. Hold the board around your chest. Around your chest. Like Chest. this. Okay. Not like this. Okay. Like this. Okay. And also you have to chest up. Chest up, right? And focus your eyes forward. Forward. Alright? So when you got it, sir? Yeah. Okay. You have to chest up. Like this. Like a snake. Okay. And chest up, look forward. And hold the board on your chest. Alright? Okay. And keep it feet together. Feet together. Feet. Okay. Okay? Got it, no? Yeah. So when you lay down like this, I read the wave myself. Okay? I am counting 1, 2, 3. After 3, I give the little push for the board. This means you already catch the wave. Okay. Yeah. And then release both of your hands together. Okay. Put your front leg. Okay. Where the eye Put chest? your front leg 45 degrees. Okay. Front leg 45 degrees. Back leg 180 degrees. Okay. Okay? And between our leg,
we have to keep it. This is space. Oh. This means around 2 feet. Go a little back. Little bit. More little. Yes. Get ready. 1, 2, 3. Right. And both hands. Right. And you will really quickly. First step, one more. In the middle of the boat. Yes, please. 1, 2, 3. Up. Yes. Getting up. Right? So you are everything okay, but when you are getting out, okay, you focus your eyes down. Don't focus your eyes down. You have to focus your eyes forward. Means when you are getting up, you have to come your leg, both legs, your hand, everything your mind, but don't look at down. Okay? അപ്പോൾ സർഫിങ് പഠിക്കുകയാണ്. എങ്ങനെ ആവുമെന്നുള്ളതൊന്നും വെള്ളത്തിലിട്ടിട്ട് നീന്തൽ അറിയാം, അതുകൊണ്ട് ഒരു പേടിയില്ല. നല്ല ആഴല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സർഫിംഗ് ബോർഡ് പഠിക്കേണ്ട സർഫിംഗ് ബോർഡ് അയാൾ കൊണ്ടുവരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് പറയാം. Oh, this is very dark. അതല്ലാന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. പിന്നെ ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു ധൈര്യത്തിൽ ഇറങ്ങുന്നത്. You remember, sir? Yeah. You pop up, I am counting. Okay. I am counting 1, 2, 3. Okay. Then I do the push. Okay. You are getting up. നല്ല അടിപൊളി തിരമാലകളുണ്ട് ഈ നേരത്തെ. പാവം ഒന്നും ആഴമല്ല, പക്ഷെ തിരമാലകൾ വലിയ തരം. Face need to here. Lay down. Lay down. Lay down. You lay down. Lay down. Still ready. Still ready. Okay. Raise your hand. Right? Look forward. Okay, don't look at down. പോയി തിരമാല നല്ല പവർ തരും. പെയ്ത് കൊടുക്കലും ഇതൊന്നും ഒരുമിച്ച് നോക്കില്ല. Lay down, please. You lay down, please.
All right. Okay. Are you ready, sir? Yeah. Okay, just start please. Okay. അത് മുന്നിൽ വെയിറ്റ് കൂടി, അപ്പോൾ നിലത്ത് ചാടി. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തി വെച്ചിട്ട് ഇത് സ്വന്തമായിട്ട് പഠിക്കാം. പണി പാടി തലയൊക്കെ കരന്ന് കുടുങ്ങ. സർഫിങ് ഈസി അല്ല, ആരും ചെയ്യാൻ നിൽക്കണ്ട. കുറച്ചുനേരം ഇവിടെ അമ്പലൻ്റെ കീഴിൽ കിടക്കാമെന്ന് വിചാരിച്ചു. തലയുടെ കറക്കം മാറുന്നില്ല. അത് മാറിയതിന് ശേഷം റൂമിൽ പോകണം. ഇതുകൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പാരാഗ്ലൈഡിങ്, പിന്നെ പാരസൈലിങ്, ജെറ്റ് സ്കീ, ബോട്ടിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അറൗണ്ട് പെർ ഹെഡ് ഒരു 3,500-4,000 റുപ്പീസ്, ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട് ആ ഒരു ആക്ടിവിറ്റീസിനൊക്കെ. നമ്മളൊന്ന് ചെയ്താലേ 2,000 ഇന്ത്യൻ റുപ്പി എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള പ്രോബ്ലമാണ്. പെട്ടെന്ന് നമ്മൾ ടയേർഡാവും, ബോഡി പെട്ടെന്ന് ടയേർഡാവുന്നുണ്ട്. ഒരുപാട് ആളുകൾ, അധികം അവിടെ നിന്ന് കാണുന്നത് വിദേശ ടൂറിസ്റ്റുകളാണ്. വിദേശത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. റഷ്യ, അമേരിക്ക, അങ്ങനത്തെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരുപാട് പേര് വിദേശ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഒരു ഇളനീര് വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇളനീരിന് 300 രൂപ, ലങ്കൻ റുപ്പിയാണ്. എന്നിട്ടിപ്പോൾ 100 രൂപ. നമ്മുടെ നാട്ടിലെ 70 രൂപ 50 രൂപയ്ക്കല്ലേ, ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി. Yes, come. Yeah, try this one. Go to Delhi. Delhi Tata. Matara. നമ്മൾ രാവിലെ ഓട്ടച്ചട്ടനെ വീണ്ടും കണ്ടുകിട്ടി. ടുക്ക് ചേട്ടൻ. അപ്പോൾ നമ്മൾ രാവിലെ കൊണ്ടുവന്നാക്കിയ ഓട്ടോച്ചേട്ടനെ നാളത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട്, കാരണം ഈ ഒരു ഫ്ലഡ് വന്നതിന് ശേഷം ഇവിടെ ഫ്ലഡ് വന്നതിന് ശേഷം ഇവിടെ ബിസിനസ്സൊക്കെ പറ്റ കുറവായിരിക്കും, ഡള്ളായിരിക്കും. ഇത് ഇലക്ട്രിക് ലൈൻ അല്ല കേട്ടോ. ഇവിടെ ശ്രീലങ്കയിൽ ഇലക്ട്രിക് ലൈൻ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് കോസ്റ്റലായതുകൊണ്ട് പിന്നെ ഇലക്ട്രിക് ആവാത്തതെന്നറിയില്ല. കാരണം പെട്ടെന്ന് ഈ കടൽക്കാറ്റൊക്കെ കളിച്ചിട്ട് അതിൻ്റെ കമ്പിക്ക് വല്ല പ്രശ്നം വരുന്നുണ്ടാകണമെന്നൊന്നും അറിയില്ല. രാവിലെ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷന് നമ്മൾ രാവിലെ പോയ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. യാത്രാവിശേഷങ്ങളിലൂടെ പിന്നെ ഇനി ശ്രീലങ്കയിലെ ഒന്നിറങ്ങിയ നാളെ കാണാം. അതുവരെയ്ക്കും ബൈ.